മാങ്ങ നിങ്ങൾ ഇതുപോലെ ഉപ്പിലിട്ട് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ റെഡ് കളർ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെയാണോ മാങ്ങ ഉപ്പിലിടുന്നതെന്ന്. പക്ഷേ നമ്മളിത് കണ്ണൂരുകാർ ഇതുപോലെയും മാങ്ങ ഉപ്പിലിടാറുണ്ട്. അപ്പോൾ കണ്ണൂരുകാർക്കൊക്കെ അറിയാം ഇതുപോലെ ഉപ്പിലിടുന്ന രീതി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഒരുപാട് സ്പൈസിയും അല്ല, എന്നാൽ കൂട്ടാനും നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഈ മാങ്ങ ഇതുപോലെ ഉപ്പിലിടുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഒരു വർഷത്തോളം അല്ലെങ്കിൽ അതിന് മേലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പൂപ്പലോ അതുപോലെ കേടുപാടുകളോ പുഴുക്കളോ ഒന്നും വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ 2 വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ മാങ്ങ കട്ട് ചെയ്തിട്ട് സാധാരണ എല്ലാവരും ഇടുന്നത് പോലെ ഉപ്പിലിടുന്നതാണ്. പക്ഷേങ്കിൽ ഇതുപോലെ ഉപ്പിലിടുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 മാങ്ങയാണ് എടുക്കുന്നത്. ഒരു കുപ്പിയിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഒരുപാട് മാങ്ങയൊന്നും അങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ മാങ്ങ ഞാനിവിടെ നല്ലോണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മളിവിടെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വെക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ വെട്ടിത്തിളക്കുന്ന വെള്ളമായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നല്ല തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപ്പിലിടാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ അതുപോലെ തന്നെ ഞാനിവിടെ മാങ്ങ കഴുകിയെടുത്തത് നല്ലോണം വെള്ളമൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപ്പിലിടാം. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഈ ഒരു റെഡ് കളറിൽ മാങ്ങ ഉപ്പിലിടുമ്പോൾ ഇതുപോലെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇനി നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുളകാണ്. പച്ചമുളക് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ വലിയ കഷ്ണമാണ് വെളുത്തുള്ളി ഉള്ളത് എൻ്റെ അടുത്ത്. അപ്പോൾ അത് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വലിയ വെളുത്തുള്ളി എടുത്തിന്. അപ്പോൾ വെളുത്തുള്ളി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. ഒന്നിലും നമുക്ക് വെള്ളപ്പറ്റ അങ്ങനെ പാടില്ല. അപ്പോൾ അതും കൂടി ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മാങ്ങ അച്ചാറിടുന്നത് പോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് വറുത്തിട്ടല്ല ചേർക്കുന്നത്, ഡയറക്റ്റായിട്ട് തന്നെ ചേർത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കല്ലൊന്നും ഇല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് നീട്ടം വീണ്ടല്ലോ, അങ്ങനെ സാധാരണ പണ്ടുകാലത്ത് അമ്മയെല്ലാം ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ മിക്സിയിലായി കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പക്ഷേങ്കിൽ അതിൻ്റെ പരിപ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞിട്ട് ആ ഒരു വെള്ളയും മഞ്ഞൊക്കെ ഒരു പാർട്ട് ഇങ്ങനെ കാണാം, അങ്ങനെ എടുക്കണം. നന്നായിട്ട് എല്ലാം പൊടിയണം. കടുകിൻ്റെ കഷ്ണം ഇങ്ങനെ കിടക്കാൻ പാടില്ല. അപ്പോൾ ഈ പച്ചക്കടുക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കുപ്പിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കല്ലുപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുപ്പി എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കഴുകിയിട്ട് ഉണക്കിയിട്ട്, അതായത് വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയിട്ട് തുടച്ച കുപ്പി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങളിലും വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. വെള്ളത്തിൻ്റെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്ക് പുഴുക്കളും അതുപോലെ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. പിന്നെ അതുപോലെ മാങ്ങ ഉപ്പിലിടുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ല മാങ്ങ തന്നെ എടുക്കണം. അതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തൊലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെത്തിക്കളയാം. ഞാൻ തൊലിയോടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പല മാങ്ങകൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാകും, പുറം നല്ല കട്ടിയുള്ള തൊലിയായിരിക്കും, ഭയങ്കര പച്ച കളറുള്ള തൊലിയായിരിക്കും. അപ്പോൾ അത് കട്ടിയുള്ള തൊലി ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ഇതിന് ഒരു ലൈറ്റ് പച്ച കളറുള്ള തൊലിയാണ്, അത് നേരിയ തൊലിയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അത് മാങ്ങ അച്ചാറിട്ടാലും ഉപ്പിലിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ വാടിപ്പഴുത്ത പോലത്തെ മാങ്ങ, മഞ്ഞ കളറുള്ള മാങ്ങ ഒന്നും എടുക്കരുത്. ഇതുപോലെ നല്ല വെള്ള കളറിലുള്ള മാങ്ങ വേണം, നല്ല പുളിയുള്ള, അതായത് ചള്ള് പോലത്തെ മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം ഞാനിതുപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. അതിനേക്കാളും കൂടുതൽ നമ്മളെ ഹെൽത്തിന് നല്ലതും അതുപോലെ മോശമായി പോകാണ്ടിരിക്കാൻ നല്ലതും ഇതുപോലുള്ള ചില്ലു കുപ്പികൾ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കടുകിത ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ അച്ചാറിൽ ചേർക്കുന്ന പോലെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടോ അങ്ങനെയൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഈ കടുക് മാത്രം ഒന്ന് ചതക്കി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു രുചി തന്നെയാണ് ഈ ഒരു മാങ്ങാവെള്ളം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ അത് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ചീഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു മാങ്ങ ഉപ്പിലിട്ടത്.
പിന്നെ അതുപോലെ കറിവേപ്പിലയൊക്കെ ഇടുന്നത് കാണാറുണ്ട്. കറിവേപ്പില ഇതുവരെ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ കറിവേപ്പില ഞാൻ അധികം അങ്ങനെ പറയുന്നില്ല, കാരണം അത് അധികം മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ഒരു മാസത്തിനുള്ളിലൊക്കെ തീർക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ ഇടാം. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടൊക്കെ ചെറിയ ഭരണിയിലൊക്കെ ഇടുന്നതാണെങ്കിൽ നമുക്കൊരു 2 ദിവസം പോലും ഉണ്ടാവില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് തീരുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ കടുകിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കല്ലുപ്പാകുമ്പോഴാണ് നല്ലത് നമ്മൾ ഉപ്പിലിടുന്നതിനെല്ലാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മളെ പിരിയമുളകിൻ്റെ, അതായത് നല്ല എരിവില്ലാത്ത മുളകുണ്ടല്ലോ, നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, അതുപോലെ അധികം അങ്ങനെ എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഇതാ നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ കുപ്പി ഒന്ന് കുലുക്കി കൊടുത്താലും മതി, മൂടിയിട്ടിട്ടോ ഇടാണ്ടോ അങ്ങനെയെങ്കിലും കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഉപ്പും ഈ കടുകും മുളക് പൊടിയും എല്ലാം നമ്മളെ ഈ മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തും. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഞാൻ കുലുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഈ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്, ഒരു സന്ധ്യയോട് അടുത്ത ഒരു സമയത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതങ്ങനെ ഇങ്ങനെ കുലുക്കിയിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇതങ്ങനെ വെക്കുക ചെയ്യുന്നത്. ഞാനിത് പിറ്റേന്ന് മാത്രമേ ഈ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. കാരണം ഈ കിടക്കാനാകുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോഴെന്ന് പറയുമ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് ആ വെള്ളം നന്നായിട്ട് തണുക്കും. അതുപോലെ മാങ്ങ ഈ ഉപ്പും മുളക് പൊടിയും ഒക്കെ പിടിച്ചിട്ട് നല്ല ഒന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതാ പിറ്റേന്ന് എടുത്ത് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ മാങ്ങയും ഉപ്പും എല്ലാം ചേർന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അടിയിലിങ്ങനെ ഊറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ, വെറുതെ കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നില്ലെങ്കിൽ. പിന്നെ പിറ്റേന്നത്തേക്ക് എന്തായാലും റെഡിയാകും. ഇനിയിപ്പോൾ ഈ രാവിലെ ഈ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് തന്നെ ഒരു രാത്രി നമ്മൾ ഇതാവാൻ വെച്ചല്ലേ, ഉപ്പൊക്കെ പിടിക്കാൻ വെച്ചല്ലേ, അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് രാവിലത്തേക്ക് നോക്കുമ്പോൾ ഇതാ വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും മാങ്ങേൻ്റെ ആ ഒരു ഉപ്പും ഈ പുളിയും എല്ലാം എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പം നാളെ മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നാളത്തേക്കൊന്നും വെക്കുകയൊന്നുമില്ല, ഇടയ്ക്കിടെ ഇതെടുത്ത് കോരി തന്നിട്ട് പിറ്റേന്നത്തേക്കൊന്നും എന്തായാലും ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ കടുക് ഒന്ന് നമ്മൾ ചതക്കിയിട്ടതും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചി തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ കുഴച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം തന്നെ നമുക്ക് മതിയാകും, ഈ വെറും മാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു 2 മാങ്ങ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ ആകുമ്പോൾ പച്ചമാങ്ങ നമ്മൾ ഒരുപാട് കാലത്തേക്ക് വലിയ ഭരണിയിലൊക്കെ ഉപ്പിലിട്ട് വെക്കൂലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേലത്തെ ഭാഗത്ത് നല്ലോണം ഒന്ന് അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് കടുകെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ പുരട്ടി കഴിഞ്ഞാൽ പുഴുക്കളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലത്തേക്കൊക്കെ വലിയ ഭരണിയിലൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മതി. അതിൽ തന്നെ ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അത് മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് അത് മോശമാവില്ല, കാലങ്ങളോളം പ്രത്യേകിച്ച് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്ത് കാണിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ വെള്ളം തന്നെ നല്ല തിളച്ചിട്ട് ആറിയ വെള്ളം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പരമാവധി 1 വർഷത്തോളമൊക്കെ നിൽക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്